നിങ്ങൾ പാട്ട് പാടുന്ന ആൾക്കാരാണോ? പാട്ട് പാടുന്നവരായാലും അല്ലെങ്കിലും നമുക്ക് ഒരു പാട്ടിൻ്റെ കരോക്കെ വേണം. ചിലപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും അതിൻ്റെ കരോക്കെ കിട്ടുകയില്ല. പാട്ട് നമ്മളിൽ ഉണ്ടാവും, കരോക്കെ കിട്ടുകയില്ല. എങ്ങനെ നമുക്ക് കരോക്കെ എടുക്കുക? നമ്മളൊരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തതിനും കരോക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. എന്നാൽ അതിലും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഒരു പാട്ടിൻ്റെ വോയിസ് റിമൂവ് ചെയ്തിട്ട് കരോക്കെ മാത്രം എടുക്കുക, അല്ലെങ്കിൽ മ്യൂസിക് റിമൂവ് ചെയ്തിട്ട് വോക്കൽ മാത്രം എടുക്കുക. ഇങ്ങനെ എടുക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും പാട്ട് പാടുന്നവരിക്കും അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിന് നമ്മൾ vocalremover.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോവാം. പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ എടുക്കാന്നുള്ള അത് ലാസ്റ്റ് പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാം. എന്നിട്ട് എങ്ങനെയാണ് വോക്കൽ റിമൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കരോക്കെ എടുക്കാൻ കഴിയുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാണോ ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് vocalremover.org എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ കാര്യമായിട്ടൊന്നുമില്ല. അതാ ഇവിടെ അതിൻ്റെ ഒരു ഡെമോ ഉണ്ട്. ബ്രൗസ് മൈ ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്രൗസ് മൈ ഫയൽ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ എവിടെയാണോ നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ അതൊന്ന് സെലക്ട് ചെയ്യാം. ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യട്ടെ. പ്രോസസ്സിംഗ് ആകുന്ന ചെറിയ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാം. പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ ഇവിടെ 2 ലൈന് കാണാം, മ്യൂസിക്, വോക്കൽ. ഇവിടെ മേലെ മ്യൂസിക് ഉണ്ട്, താഴെ വോക്കൽ ഉണ്ട്. മ്യൂസിക്കിന്റെ നമ്മൾ 100% വെച്ചിട്ട് വോക്കലിൻ്റെ ഫുള്ള് കുറയ്ക്കുക, അതായത് വോളിയം ഫുള്ള് കുറച്ച് കഴിഞ്ഞാൽ മ്യൂസിക് മാത്രം നമുക്ക് പ്ലേ ആവും. ഇപ്പോൾ മ്യൂസിക് മാത്രം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പം അതിൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇത് കംപ്ലീറ്റ് കുറച്ചിട്ട് വോക്കൽ മാത്രം ഒന്ന് കൂട്ടുക. ശരിക്കാൻ്റെ അടിപൊളി പാട്ടാണ്. ഞാൻ അധികം പ്ലേ ചെയ്യുന്നില്ല കോപ്പി റൈറ്റ് വരുന്നതിന്. അപ്പോൾ നമുക്ക് മ്യൂസിക് മാത്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വോക്കൽ മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷൻ. ഇനി നമ്മളത് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിൻ്റെ ഫുള്ളാക്കിയിട്ട് വോക്കൽ കംപ്ലീറ്റ് കുറച്ചിട്ട് താഴെ ഭാഗത്ത് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുന്ന നേരം ഇവിടെ ചോദിക്കും മ്യൂസിക് വേണോ വോക്കൽ വേണോ രണ്ടും കൂടി വേണോ എന്ന്. മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആയിക്കോളും. അത് വളരെ പെട്ടെന്ന് തന്നെ അത് സേവ് ആയി. ഇനി നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഇതെടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കാം, നമ്മൾ ഗ്യാലറിയിൽ ഒന്ന് പോയി നോക്കുക. ഇവിടെ നമുക്ക് ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ നമുക്ക് ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓഡിയോ മാത്രം, അതായത് കരോക്കെ മാത്രം ഒരു പാട്ടിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ vocalremover.org. ഇനി നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് നിങ്ങളിത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാനാകില്ലല്ലോ. അതിന് മേലെ 3 ഡോട്ട് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആഡ് കൊടുക്കുക. നമ്മളെ ഹോം സ്ക്രീനിൽ ഇതിൻ്റെ ഒരു ഐക്കൺ അവിടെ ക്രിയേറ്റ് ആവും. ഈ ഐക്കണിൽ കണ്ട, ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ വെബ്സൈറ്റിലേക്ക് പോവാം. നമുക്ക് ആവശ്യമുള്ള പാട്ട് കരോക്കെ വേർതിരിച്ചെടുക്കാം. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.